ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചലഞ്ചിന്റെ വീഡിയോ ആണ്. കുറേ ഗ്യാപ്പ് വന്നു എന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് ചലഞ്ചിൽ ഡേ 23 ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുട്ടത്താളി ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടത്താളി നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളുള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മുട്ടത്താളി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് താളിയാണ്. അപ്പോൾ ഞാൻ താളി പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തിയിലയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പാടത്താളി പിന്നെ വട്ടക്കുറുന്തോട്ടിയുടെ താളിയൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ, അതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ചെമ്പരത്തിയിലയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ചെമ്പരത്തിയില മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ മുട്ടത്താളിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ മുടിയൊക്കെ ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാനൊക്കെ മുട്ടത്താളി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതാ ഇത്രയും ചെമ്പരത്തിയില പറിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല, നമുക്ക് താളിക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ മുട്ടത്താളി തയ്യാറാക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വേഗം പോയിട്ട് താളി തയ്യാറാക്കാം. അപ്പം ഞാനിതാ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തിയിലയെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചെമ്പരത്തിയിലയൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ചിലപ്പം പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കണം. എന്നിട്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തിയിലയോ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കറിവേപ്പില അല്ലെങ്കിൽ കയ്യൂന്നി അങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. താളിക്ക് എത്രമാത്രം വെള്ളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. താളി നിങ്ങൾ അരിക്കാതെ ഉപയോഗിക്കരുത്, അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള താളി നമുക്ക് കിട്ടും. പിന്നെ മുട്ടത്താളി തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറച്ച് തിക്കായിട്ടുള്ള താളി കിട്ടുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മുട്ടത്താളി തയ്യാറാക്കണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതാ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നത് നല്ലതാണ്, സ്മെല്ലായതുകൊണ്ടാണ് മഞ്ഞ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി. മുട്ടയുടെ വെള്ളയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇന്നത്തെ പാക്ക് നിങ്ങൾ താളി മാത്രമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ മുടിയിൽ പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടത്താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിലും സ്കാൽപ്പിലൊക്കെ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുട്ടത്താളി മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ തേക്കാതെയാണ് നമ്മുടെ പാക്ക് തേക്കുന്നതെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ എൻ്റെ കരിഞ്ചീരക എണ്ണ എടുത്തിട്ട് കുറഞ്ഞ അളവിൽ മുടിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയിൽ സ്കാൽപ്പിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി പാക്ക് തേച്ച് കൊടുക്കാം. പാക്ക് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിൽ തേക്കട്ടെ. മുടിയിൽ തേക്കണം നിർബന്ധമില്ല, സ്കാൽപ്പിൽ എന്തായാലും നിങ്ങൾ നന്നായിട്ട് തേക്കുക. ബാക്കി ഉണ്ടെങ്കിൽ മുടിയിലേക്കും തേച്ച് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുട്ടത്താളി നമുക്ക് മുടി വളരാൻ ഏറ്റവും നല്ലതാണ്. മുടി കൊഴിച്ചിൽ, താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല നമുക്കിത് ഒറ്റ യൂസിൽ നമ്മുടെ മുടിക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളു കൂടുക എന്ന് ഞാൻ പറയില്ല. അപ്പൊ നമ്മുടെ മുടിക്ക് ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മുട്ടത്താളി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുടിയിൽ ഒരുപാടൊന്നും തേച്ചില്ല, ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി ഉണ്ടെങ്കിൽ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മുടി കെട്ടി വെക്കുക. ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ.
പിന്നെ ഇന്ന് ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല, കഴുകുന്ന വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. നമ്മൾ താളിയൊക്കെ ആയതുകൊണ്ട് തന്നെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് മുട്ടയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ തേച്ചിട്ടുള്ള ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയും നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 23ാമത്തെ ഡേ നമ്മൾ ഈ ഒരു മുട്ടത്താളിയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടത്താളി തയ്യാറാക്കുന്നത് ഉപയോഗിക്കുന്നത് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.